നിങ്ങളുടെ അപ്പിയറൻസിനെ ബാഡ് ആയിട്ടും ലോ ആയിട്ടും കാണിക്കുന്ന ചില ക്ലോത്തിങ് മിസ്റ്റേക്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. യങ് ഏജിലുള്ളവർ മെയിനായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് വളരെ നിർബന്ധമാണ്. ഒന്നാമത് ചീപ്പ് പെർഫ്യൂം. ഇപ്പം ഞാൻ തന്നെ 30 രൂപ 50 രൂപ 60 രൂപയുടെ പെർഫ്യൂം മുതൽ ഒരു 3000 5000 റുപ്പീസിൻ്റെ പെർഫ്യൂംസ് വരെ യൂസ് ചെയ്യാനിടയായിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ ഒരു സജഷൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്വാളിറ്റിയുള്ള പെർഫ്യൂമിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ 30 റുപ്പീസ് 50 റുപ്പീസ് ഒരു 100 റുപ്പീസിൻ്റെ പെർഫ്യൂം എന്നുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ള കാര്യവും അതിൻ്റെ ക്വാളിറ്റി എന്നുള്ള കാര്യവും കുറവായിരിക്കും. മാത്രമല്ല പല പെർഫ്യൂമിൻ്റെ കാര്യത്തിലും എത്ര ഡ്യൂറേഷൻ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ലാതെ ചില പെർഫ്യൂംസ് ഒക്കെ നമ്മളുടെ സ്കിന്നിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫ്യൂംസ് ഉണ്ടാവും. സോ നമ്മൾ ജസ്റ്റ് ആഡിൽ കാണുന്നു, അല്ല എങ്കിൽ അടുത്ത കടയിൽ അത് വില കുറച്ച് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് അത്തരത്തിലുള്ള പെർഫ്യൂംസ് സെലക്ട് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പെർഫ്യൂം എന്നുള്ളത് മിനിമം ഒരു 5 to 6 hours എങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫ്യൂം ആയിരിക്കും. ആ ഒരു ടൈം കൂടി അല്ലെങ്കിൽ ഒരു 1 hour 2 hour കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ആയിട്ടുള്ളതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനും അങ്ങനെ സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പെർഫ്യൂം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നല്ലൊരു സ്മെല്ല് എന്നുള്ളത് പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി എൻ്റെ കയ്യിലാണെങ്കിൽ 1000 റുപ്പീസ് മാക്സിമം ഒരു 1500 റുപ്പീസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു എമൗണ്ട് വെച്ച് എങ്ങനെയാണ് ഞാൻ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം മേടിക്കുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിന്ത്ര, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള ആപ്പുകളിലൊക്കെ വർഷത്തിൽ അവർ 3 to 4 ടൈംസ് എങ്കിലും എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് പല ജാഗ്വർ, പ്ലേ ബോയ് അതുപോലുള്ള പല പെർഫ്യൂംസും 3000 റുപ്പീസ് 4000 റുപ്പീസ് ഒക്കെ കോസ്റ്റ് വരുന്ന പല പെർഫ്യൂംസും അവർ പല സമയങ്ങളിലുമായിട്ട് 1000-1500 എന്നുള്ള ഒരു എമൗണ്ട് റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു സമയം നോക്കിയിട്ട് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളിൽ നിന്ന് പോകുന്ന ആ ഒരു മണം എന്നുള്ളത് നല്ലൊരു മെമ്മറി മറ്റുള്ളവർക്ക് നൽകുന്നുണ്ടാവും, നമ്മളുമായിട്ട് നല്ലൊരു കണക്ഷൻ എന്നുള്ളത് നൽകുന്നുണ്ടാവും. സോ നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു സുഗന്ധം, ഒരു പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയാം. നമ്മളുടെ സംസാരത്തിൽ നിന്നും മറ്റുമൊക്കെ ഒരു പോസിറ്റിവിറ്റി എന്നുള്ളത് വരുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ സറൗണ്ടിങ്ങിൽ പല ആളുകളും ഇത് കാരണം തന്നെ നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. സോ അതും ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ക്വാളിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുഡായിരിക്കും. രണ്ടാമത് ഡ്രസ് ലൈക്ക് എ ബ്രോക്കൺ കിഡ്. പലരും തന്നെ എൻ്റെ ആവശ്യത്തിന് വേണ്ട ഡ്രസ്സ് ഇല്ല, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ലവ് ഫെയിലിയർ നടന്നു, സോ ഞാൻ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും തന്നെ നോക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ കിട്ടിയ രീതിയിൽ തന്നെ വലിയതായിട്ട് കളറിങ്, മാച്ചിങ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഫോക്കസ് ചെയ്യാതെ വളരെ നോർമലായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ ഒരു പ്രൊജക്ഷൻ എന്നുള്ളതും ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ നിന്ന് ഒരു ഡിഫറൻസ് എന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സെക്കൻഡ് വേർഷനായിട്ട് മാറണം, നിങ്ങളുടെ ഒരു പുതിയ വേർഷനായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരുന്നത് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ബ്രെയിനിന് പോലും അതൊരു പുതിയ ഒരു വ്യക്തിയാണല്ലോ, പുതിയൊരു വേർഷൻ ആണല്ലോ എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്നുള്ളത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കോ മറ്റോ പോവുകയാണെന്നുണ്ടെങ്കിലും അവരാദ്യം തന്നെ നിങ്ങളുടെ എന്ത് തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും മുൻ പരിഗണന എന്നുള്ളത് നൽകുന്നുണ്ടാവുക നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ സംസാരം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. സോ അവിടെയും ഡ്രസ്സിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാനായിട്ട് അറിയുന്നില്ല, ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ, ഫാഷൻ ട്രെൻഡ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള കളേഴ്സ് എന്നുള്ളത് എടുത്തു വെക്കുക. അതായത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ബ്ലാക്ക്,
അത്തരത്തിൽ എല്ലാറ്റിനും മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന കളേഴ്സ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. മൂന്നാമത് വൈറ്റ് സ്നീക്കേഴ്സ്. നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് ഏറെക്കുറെ എല്ലാറ്റിനും മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് വൈറ്റ് സ്നീക്കേഴ്സ്. വൈറ്റ് സ്നീക്കേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രാൻഡ് വാല്യൂ ഉള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള ഒന്ന് തന്നെ നോക്കി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ കയ്യിൽ വലിയ രീതിയിൽ പൈസ തന്നെ ഉണ്ടാവില്ല, പക്ഷെ ഉള്ള പൈസ ഞാൻ സേവ് ചെയ്ത് വെച്ച് ഷൂസിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം അത് നമ്മളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് 1 or 2 years നമ്മളുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്ന ഒന്നാണ്. സോ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് തിങ്. അതുപോലെ വൈറ്റ് സ്നീക്കേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് റിവ്യൂസ് കൂടി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചൊരു ആഷ് കളർ ഉള്ളതാണ് എന്നുണ്ടെങ്കിലും പ്രിഫറബിളി ഗുഡ് തന്നെയാണ്. സോ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇതിൽ എന്ത് കാര്യമാണ് നിങ്ങൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.